ഞാൻ തമാശ പറഞ്ഞതല്ലേ, നീ എന്തിനാ അങ്ങനെ ചിന്തിച്ച് വെറുതെ കാട് കയറണേ? നിനക്ക് പ്രാന്താ? എന്ത് ഊളത്തിലാടാ നീ പറയണേ? ഇങ്ങനെ ബഹളം വെച്ചാലോ? നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, ഇതൊക്കെയും ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഓരോ സിംറ്റംസ് ആണ്. നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിൽ കാര്യം പറയുന്നവർ പലപ്പോഴും ഒരു ഇമോഷണൽ അബ്യൂസ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മാനിപ്പുലേറ്ററി ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം. ഇതിനെ വിളിക്കുന്നതാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഇത് കൂടാതെ നിങ്ങൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് നിങ്ങളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതിരിക്കുക, നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് അറ്റൻഷൻ മാറ്റിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുക, ഇതൊക്കെയും ഒരു ഇമോഷണൽ ഇൻവാലിഡേഷൻ ആണ്. നിങ്ങളുടെ ആശയങ്ങളെയും നിങ്ങളുടെ അഭിപ്രായങ്ങളെയും അവഗണിക്കുന്ന രീതിയാണ്. ഇതും ഒരു തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് തന്നെയാണ്. സോ ഇത് കൂടാതെ നമുക്ക് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസും കൂടി നോക്കാം. ഗ്യാസ് ലൈറ്റിങ്ങിന്റെ റിയൽ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടി നിങ്ങളുടെ അടുത്ത് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. റാഞ്ചോ ഷീനയുടെ പേഴ്സിൽ നിന്നും പൈസ മോഷ്ടിക്കും, എന്നിട്ട് പറയും ഷീനയുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് ആ പൈസ നഷ്ടപ്പെട്ടതെന്ന്. ഇവിടെ നിങ്ങൾ നോക്കുക, പൈസ മോഷ്ടിച്ചത് രാജേഷാണ്, അതിനുശേഷം ഷീനയുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് ആ പൈസ നഷ്ടപ്പെട്ടതെന്ന് പറയുക. ഇതിലൂടെ ഷീനയുടെ ആ റിയാലിറ്റി തിങ്കിങ് അല്ലെങ്കിൽ റിയാലിറ്റിയോടുള്ള ബന്ധത്തിനെ നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മെമ്മറിയെയും ഒബ്സർവേഷനെയും അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ഇവിടെ നിരാകരിച്ച് ഇൻവാലിഡേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ രമേശ് ശ്രമിക്കുന്നത്. സോ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ആണിത്. അടുത്തൊരു ഉദാഹരണമാണ്, മെറിനും ബോയ്ഫ്രണ്ടും തമ്മിൽ ഒരു ഉഗ്ര വഴക്ക് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് മെറിൻ്റെ ബോയ്ഫ്രണ്ട് ആ മെറിൻ്റെ ഫോൺ എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കാം. അതിനുശേഷം മെറിൻ ചോദിച്ചപ്പോൾ പറയുകയാണ്, മെറിൻ ഫോണ് എവിടെയോ നീ കൊണ്ട് കളഞ്ഞു, നിന്റെ എന്നാ കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് മെറിനെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുള്ള ഉദ്ദേശം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിൻ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്, ആ കമ്മ്യൂണിക്കേഷൻ തടയാൻ വേണ്ടിയിട്ട് അത് അവൾ തന്നെ അത് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഉദാഹരണമാണ്, എമിലിയുടെ ഹസ്ബൻഡ് അവളുടെ കീകൾ മോഷ്ടിച്ച് മാറ്റി വയ്ക്കും. എന്തിനാ? എമിലി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് എമിലിയുടെ ഹസ്ബൻഡ് അവളുടെ കീകൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതും ഒരു ഇമോഷണൽ അബ്യൂസ്, ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഇത്തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ ഈ അബ്യൂസേഴ്സ് നിങ്ങളുടെ പെർസെപ്ഷൻ, അതായത് നിങ്ങളുടെ ലോകവീക്ഷണവും നിങ്ങളുടെ വിശ്വാസങ്ങളെയും നിങ്ങളുടെ ഇമോഷനുകളെയും ഇൻവാലിഡേറ്റ് ചെയ്യാനും അതിന് ബദലായിട്ട് അവരുടെ തന്നെ വിശ്വാസങ്ങളും അവരുടെ തന്നെ അഭിപ്രായങ്ങളും സ്ഥാപിക്കാനായിട്ടാണ് ശ്രമിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളല്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യുന്നവരുടെ അടുത്ത് നിങ്ങൾക്ക് മറ്റ് സിംറ്റംസും സയൻസും കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, അവർ വളരെ ഡിസ്ഹോണസ്റ്റ് ആയിരിക്കും, നിങ്ങളെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അവർ ഫൈനാൻഷ്യൽ കൺട്രോൾ, നിങ്ങളുടെ കയ്യിലുള്ള ഫൈനാൻഷ്യൽ കൺട്രോൾ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും. വളരെ കുശുമ്പ്, ജലസിയുള്ളവരായിരിക്കും അവർ നിങ്ങളെ ഒരു ബലിയാടാകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതിനായിട്ട് നിങ്ങളെ ദിവസവും എല്ലായ്പ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഫ്ലോ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം കണ്ടുപിടിച്ചിട്ട് എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ അത് ആരാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കുറ്റം കൊണ്ട് അത് അങ്ങനെ ഉണ്ടായേ, ഞാൻ അങ്ങനെ ചെയ്തതിനുള്ള കാരണം എന്ന് പറയുന്നത് നീ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഇവരുടെ മിസ്ബിഹേവിയറിനുള്ള കാരണം നിങ്ങളാണെന്ന് ആരോപിച്ച് അടിച്ചേൽപ്പിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം ഇവിടെ ബേസിക്കലി മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലായ്പ്പോഴും ഒരു കാര്യം ശരിയോ എല്ലായ്പ്പോഴും ഒരു കാര്യം തെറ്റോ ആവാനായിട്ട് ഒരിക്കലും സാധ്യതയില്ല. സോ ഇത്തരത്തിലുള്ള ഇമോഷണൽ അബ്യൂസേഴ്സ് ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റേഴ്സ് എപ്പോഴും ഇത് ശരിയായിരിക്കും, എപ്പോഴും അത് തെറ്റായിരിക്കും. അവരൊരു തരത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് തരത്തിലായിരിക്കും. നിങ്ങൾ എപ്പോഴും തെറ്റ്, ഞാൻ എപ്പോഴും ശരി, ഇതെപ്പോഴും ശരി, ഇതെപ്പോഴും തെറ്റ്. അത്തരത്തിലുള്ളൊരു പെരുമാറ്റവും അത്തരത്തിലുള്ളൊരു വാക്കുകളാണ് അവർ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവർ അബ്യൂസ് തന്നെയായിരിക്കും, ഇമോഷണൽ അബ്യൂസ് ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റ് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഗ്യാസ് ലൈറ്റിംഗ് വ്യത്യസ്ത തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇന്റർനലൈസിങ് ബിഹേവിയേഴ്സ് ആയിട്ടുള്ള അവോയ്ഡൻസ്, നമ്മൾ സോഷ്യൽ വിഡ്രോവല്, അതുപോലെ തന്നെ നമുക്ക് സൊമാറ്റിക് കംപ്ലയിൻസ്, സൊമാറ്റിക് ഡിസോർഡേഴ്സും വരാം. ഇതിനെയൊക്കെയും ഈ ഡിഫിക്കൽട്ടി ഇമോഷൻസിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ മദ്യമോ മയക്കുമരുന്നുകളോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ശ്രദ്ധയും അതുപോലെ തന്നെ നമ്മളുടെ ഫോക്കസും കുറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മളൊരു ആകുലതയും സ്ട്രെസ്സും നേടി നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രമായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അപകടത്തെയും അതുപോലെ തന്നെ സ്ട്രെസ്സിനെയും കുറിച്ച് നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. ഏതൊരു സാഹചര്യങ്ങളിലും നമ്മൾ സ്ട്രെസ്സും അപകടവും മാത്രം മണക്കുന്നോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇത് കൂടാതെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൻ്റെ സിംറ്റംസും മറ്റും വന്നിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ എവിടെയാണ്, ഏത് സമയത്താണ്, ഏത് സ്ഥലത്താണ് എന്നൊക്കെ തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും മറ്റും നമ്മൾക്കുണ്ടായിരിക്കാം.
നമ്മളുടെ ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടുതൽ അളവിൽ ആയിട്ടുണ്ടായിരിക്കും. പല സാഹചര്യങ്ങളിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ കൂട്ടുകാരിലും ബന്ധുക്കളിൽ നിന്നും മറ്റും ഐസൊലേറ്റ് ആയിട്ടൊരു അവസ്ഥയിലായിരിക്കും. നമ്മളുടെ നമ്മുടെ ചെറുപ്പത്തിലും മറ്റും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള വേദനകൾ, നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത്, നമ്മളെ കൊച്ചാക്കി കാണിച്ചിട്ടുള്ളത്, നമ്മൾ അബ്യൂസ് ചെയ്തിട്ടുള്ള വേദനകളും മറ്റും, അതിന്റെ വ്രണങ്ങൾ വീണ്ടും തുറന്നിട്ടുണ്ടായിരിക്കും. ആ വേദനകളും മറ്റും ഓർമ്മയിൽ വന്ന് വീണ്ടും അത് ആലോചിച്ച് വേദനിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. നമ്മളെ തന്നെ ഒരു നെഗറ്റീവായിട്ട്, നമ്മളെ തന്നെ കുറച്ച് കാണുന്ന, ക്രിട്ടിക്കലായിട്ട് കാണുന്ന തരത്തിലുള്ള ഒരു ചിന്തകളായിട്ടുണ്ടായിരിക്കും നമ്മളെ തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള പല ചിന്തകളും മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മളെ തന്നെ വിമർശിച്ചിട്ട് നമ്മൾ ഒന്നിനും പോരാ, നമ്മൾ അത് ചെയ്തത് തെറ്റാണ്, നമ്മളൊരു കുറഞ്ഞൊരു മനുഷ്യനാണ് എന്ന തരത്തിലുള്ള ഒരു ഇന്റേണൽ ഡയലോഗ്സ് ഉണ്ടായിരിക്കും. നമ്മളുടെ ആത്മവിശ്വാസവും നമ്മളുടെ സ്വാഭിമാനവും വളരെ താഴോട്ട് പോയിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒക്കെയും ഭാഗമായിട്ട് നമ്മൾക്ക് സ്വന്തം ജീവൻ എടുക്കാനായിട്ട്, സ്വന്തം ജീവൻ ജീവിക്കാൻ യോഗ്യമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ചിന്തകൾ വന്നിട്ട് ഒരുപക്ഷെ സൂയിസൈഡിനുള്ള ചിന്തകൾ വരെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു ഡിവൈൻ സ്പേസ് ആണ്. അതാണ് ഈ ലോകത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വിലമതിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹം. രണ്ട് ആൾക്കാർ തമ്മിലുള്ള സ്നേഹവും കരുതലും അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ ഒരു ഷെയർഡ് സ്പേസ് ആയിരിക്കണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ ലോകവീക്ഷണങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും മറ്റൊരാളെ ആക്സെപ്റ്റ് ചെയ്യാതെ അതിനെ കംപ്ലീറ്റ്ലി കേവലവൽക്കരിക്കുന്ന ഒരവസ്ഥ, അതിനെ കംപ്ലീറ്റ്ലി നിരാകരിക്കുന്ന ഒരവസ്ഥ, അതിനെ കംപ്ലീറ്റ്ലി വിലയില്ല പ്രഖ്യാപനം നടത്തുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ തുടരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയല്ല. അവിടെ നിങ്ങൾക്ക് ഒരു കൺട്രോളുമില്ല, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനായിട്ടുള്ളൊരു പവറുമില്ല. മറ്റൊരാളുടെ ചിന്തകൾക്കും മറ്റൊരാളുടെ ലോകാഭിപ്രായങ്ങൾക്കും മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പാവയായിരിക്കാം പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ അബ്യൂസ് നേരിടുന്ന സമയത്ത്, ഗ്യാസ് ലൈറ്റിങ്ങിനെ നേരിടുന്ന സമയത്ത് നിങ്ങളൊരു പാവ എന്ന രീതിയിലായിരിക്കാം ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. സോ ഇതിനെ തിരിച്ചറിയുക, ഇതിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കുകളാണ് പറയുന്നത്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിനെ മാനേജ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്നവർ ഈ ഇന്റർമിറ്റന്റ് റീഇൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ ഇത്തരത്തിൽ വേദനിപ്പിച്ചിട്ട് അതിനുശേഷം ഇടയ്ക്ക് കൊടുക്കുന്ന കോംപ്ലിമെന്റ്സും മറ്റും മൂലം കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് അതിനെ വിച്ഛേദിക്കുക എന്ന് പറയുന്നത്, അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസിനെ വിച്ഛേദിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമായിരിക്കും. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ സൂചിപ്പിക്കാം, ഇത്തരത്തിൽ നിങ്ങളൊരു ഗ്യാസ് ലൈറ്റിംഗ് ആളായിട്ടുള്ള ബിഹേവിയറുകൾ മാറ്റാനായിട്ട് അല്ലെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഏതൊരു റിലേഷൻഷിപ്പും അവസാനിപ്പിക്കുക, ഏതൊരു റിലേഷൻഷിപ്പും മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നരകയാതന അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യകതയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പറ്റുമെങ്കിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കണം. അതിനായിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ എന്തൊരു കാര്യവും മാറ്റം വരുത്താനായിട്ട് അവയെ തിരിച്ചറിയേണ്ട ആവശ്യകതയുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് അവയെ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സോ ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പെരുമാറ്റങ്ങളും മറ്റും ഒരു തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആണോ എന്ന് തിരിച്ചറിയുക. അതിനുശേഷം അത് ഗ്യാസ് ലൈറ്റിംഗ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യുന്ന ആളെ നിങ്ങൾ പോയി അവരുടെ അടുത്ത് മുന്നോട്ട് നിന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, ഓപ്പണായിട്ട് നിങ്ങളുടെ വ്യൂ പോയിന്റ് അവിടെ അവതരിപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ ബൗണ്ടറീസ്, ആൾക്ക് എന്തൊക്കെ പറയാം, നിങ്ങൾ ഇത്തരത്തിൽ എന്നെ ഇൻവാലിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല, അതിന് ഇത്തരത്തിൽ വേദനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സത്യം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിൽ എന്താണ് മുന്നോട്ട് പോകുന്നത്, നിങ്ങളുടെ സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക. ആരത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതാണ് നിങ്ങൾക്ക് ഏറ്റവും പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ കണ്ണിലൂടെയാണ് കാണുന്നത്, നിങ്ങളുടെ ലോകവീക്ഷണത്തിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കുള്ള ഏറ്റവും പരമാർത്ഥവും പരമസത്യവും എന്ന് പറയുന്നത് അതാ. അതിനെ ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യങ്ങൾ കൈവിട്ടു പോകും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കാനായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ നിന്നും വാക്കവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അവിടെ നിന്ന് നടന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ജയിക്കാനോ തോൽക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. ഇത്തരത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ അവരുടെ പോയിന്റിൽ മാത്രമാണ് നിൽക്കുന്നത്, നിങ്ങൾ പറയുന്നതിന് എല്ലാത്തിനെയും നെഗേറ്റ് ചെയ്യുന്നു, നിങ്ങൾ പറയുന്നതിന് ഒരു വില വയ്ക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. ആദ്യം മാറിപ്പോകുന്നവന്റെ കയ്യിലായിരിക്കും ആ കോൺവെർസേഷനിലെ പവർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് ആകുന്ന വസ്ത്രം മൊത്തം അഴിച്ച് ദൂരെ കളയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് സേവ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വാക്കവേ ചെയ്യാനായിട്ട്, അവിടെ നിന്ന് നടന്ന് നീങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരിക്കണം. ഇനി നിങ്ങൾ ആളുടെ അടുത്ത്
ഗ്യാസ് ലൈറ്റ് ചെയ്ത അബ്യൂസറുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ എയിമിൽ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഗ്യാസ് ലൈറ്റർ നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആ ഇമോഷൻസും നിങ്ങൾ അവിടെ എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം, എൻ്റെ ഫീലിങ്സ്, എൻ്റെ തോന്നലുകളും അനുഭവങ്ങളും അത് മൂല്യമുള്ളവയാണ്, വിലയുള്ളതാണ്. അവയെ നിങ്ങൾ കുറച്ച് കാണിക്കരുത്, അവയെ നിങ്ങൾ കേവലവൽക്കരിക്കരുത്. കൂടാതെ ഞാൻ എങ്ങനെ ചിന്തിക്കണം, എനിക്ക് എങ്ങനെ തോന്നണം എന്നൊന്നും എന്നെ നിർദ്ദേശിക്കരുത്. അവ എൻ്റെ ചിന്തകളും എൻ്റെ തോന്നലുകളും എന്നെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളതാണ്. സോ നിങ്ങൾ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്ന് നിങ്ങൾക്ക് പറയേണ്ടതിൻ്റെ ആവശ്യകത വളരെയാണ്. കൂടാതെ നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്കുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഇമോഷണൽ അബ്യൂസുകൾ, ഗ്യാസ് ലൈറ്റിംഗ് ഇൻസിഡൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എഴുതി വെക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്യാസ് ലൈറ്റിംഗ് ഇൻസിഡൻസും മറ്റും ഉണ്ടാകുന്നത് എഴുതി വെക്കുന്നത് ഭാവിയിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തോ ഉറ്റവരുടെ അടുത്തോ സംസാരിച്ച് അവരെ ബോധിപ്പിക്കുന്നതിനും അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നതിനും നിങ്ങളെ വളരെ വളരെ സഹായിക്കുന്നതായിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പ്രാക്ടീസ് സെൽഫ് കെയർ. അതെ, നിങ്ങളുടെ നഷ്ടപ്പെട്ട കോൺഫിഡൻസും അഭിമാനവും വീണ്ടെടുക്കാനായിട്ട്, നിങ്ങളുടെ ഇതിനെ നേരിടാനായിട്ടുള്ള ശക്തി വീണ്ടെടുക്കാനായിട്ട് നിങ്ങളെ തന്നെ കെയർ ചെയ്യാനായിട്ട് തുടങ്ങണം. നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സെൽഫ് അഫർമേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ വാല്യൂവും മൂല്യവും നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകാവുന്ന സെൽഫ് അഫർമേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് എഴുതി വെക്കാവുന്നതാണ്. നിങ്ങൾ കാര്യങ്ങളെ വിജയകരമായ രീതിയിൽ നേരിട്ട സന്ദർഭങ്ങളെ കുറിച്ച് എഴുതി വെക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഉരുവിടുന്നത് നിങ്ങളുടെ കോൺഫിഡൻസും സ്വാഭിമാനവും വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിത് കൂടാതെ നിങ്ങളുടെ അടുത്ത് ദയ കാണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകാം, ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ അടുത്ത് പോയി സംസാരിക്കാം. ഇതിനൊക്കെ നിങ്ങൾ താല്പര്യം കാണിക്കേണ്ടതാണ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം കാണിക്കാം. ഇതൊക്കെയും നിങ്ങളെ തന്നെ നന്നായി കെയർ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് നൽകാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. കൂടാതെ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ട്രോമാറ്റിക് ആണ്, വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ ട്രെയിനിങ് ആണ്. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. അതിനായിട്ട് കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെയും ഒരു സപ്പോർട്ട് ഗ്രൂപ്പിനെ നിങ്ങൾ തേടിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വളരെ അധികമാണ്. കൂടാതെ നിങ്ങൾക്ക് ആകെ കൂടി റിലേറ്റ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഇമോഷണൽ അബ്യൂസർ ആയിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും നിങ്ങൾക്ക് അറിയുന്ന ഒറ്റവരെ എല്ലാവരും ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ ഒരു നല്ല കൂട്ടുകെട്ട് തേടി പിടിക്കാനായിട്ട്, നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ഫീൽ ചെയ്യാവുന്ന ഒരു കൂട്ടുകെട്ട് തേടി പിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കൂടാതെ ഇതിലൊന്നും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല, വീണ്ടും ഡിഫിക്കൽട്ടികൾ നിലനിൽക്കുകയാണ് എന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറമെ നിന്ന് സഹായം തേടാനായിട്ട് ശ്രമിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ കപ്പിൾ തെറാപ്പി, ഫാമിലി തെറാപ്പി, അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്, ഇവരുടെയൊക്കെ സഹായം തേടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട് നേടിയെടുക്കാവുന്നതാണ്. സോ തെറാപ്പിയിലൂടെ നിങ്ങൾ ഒരു സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് തരാവുന്ന സ്കിൽസ് എല്ലാം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ വിജയകരമായി നേരിടാനും, കൂടാതെ ഇമോഷനുകളെ കുറിച്ചുള്ള വാലിഡേഷനും മറ്റും നേടി നിങ്ങളുടെ അസ്തിത്വത്തിൽ ഉറച്ചു നിൽക്കാനും, നിങ്ങളുടെ ചിന്തകളിൽ ഉറച്ചു നിൽക്കാനും, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിലകൊള്ളാനും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ളൊരു ഇമോഷണൽ അബ്യൂസ്, ഇത്തരത്തിലുള്ള ഒരു ഗ്യാസ് ലൈറ്റിങ്ങിലൂടെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഒറ്റ അടിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകാനും പോകുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്താണ് ഗ്യാസ് ലൈറ്റിംഗ്, എന്താണ് ഇമോഷണൽ അബ്യൂസ്, എന്താണ് നാർസിസ്റ്റിക് അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മാനിപ്പുലേറ്ററി ടെക്നിക്സുകൾ, ഇമോഷണൽ അബ്യൂസുകൾ, ഗ്യാസ് ലൈറ്റിംഗ് മുതലായവ എന്നൊക്കെ. ഈ തിരിച്ചറിവ്, ഇവയെ തിരിച്ചറിയാനുള്ള കഴിവ്, ഇവയെ മാനേജ് ചെയ്യാനായിട്ടുള്ള അറിവ്, ഇതൊക്കെയും നിങ്ങളെ ഇഫക്റ്റീവായിട്ട് ഇത് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ആവശ്യമായിട്ടുള്ളത് ചെയ്ത് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഗ്യാസ് ലൈറ്റിംഗ് ഇല്ലാത്ത ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു മാവേലിയുടെ പോലത്തെ ഒരു ലൈഫ് മുന്നോട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.